ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ ദാസ് ഈ ശ്രുതിയുടെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കണം. നമുക്കപ്പോൾ ഒരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്തിനാങ്ങളെ സെൽഫി എടുക്കുന്നത് എന്തിനാണെന്ന് പറയുമ്പോൾ അതേ മോൻ വലുതായി വല്ല സച്ചിൻ തെണ്ടുൽക്കറൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരെയും കാണിക്കാമല്ലോ. ചെറുതിലെ എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത കുട്ടിയാണിതെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എല്ലാവരെയും. അങ്കിളാ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ആദ്യം ഈ നവീൻ ദാസും കൂടി ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ കടയാണ്. അപ്പോൾ ആ ഷോറൂമിൽ ഒരു പായൊക്കെ വിരിച്ചിട്ട് ഈ ബോഡി ഗാർഡ് ഇരുന്ന് കുറേ മുട്ടയും പാലും ഏത്തപ്പഴവും ഇഡലി പുട്ട് അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് വിഴുങ്ങി കൂട്ടുക. അപ്പോഴേക്കും ശ്രുതി ഈ കാഴ്ച കാണുകയാണ്. എൻ്റെ ദൈവമേ, എന്താണ് ഈ കാണുന്നത്? ഇവനെ എൻ്റെ ഷോറൂം മുടിപ്പിക്കോ? ഇവൻ എന്താ കാണിച്ചു കൊടുക്കുന്നത്? എന്തൊരു വിഴുങ്ങല ഇവൻ വിഴുങ്ങി കൂട്ടുന്നത്. അപ്പോൾ ശ്രുതി വരികയാണ്. എന്താ ശ്രുതി ഇതൊന്നും നോക്കിക്കണ്ടേ അവനെന്താ ചെയ്യുന്നതെന്ന്? എന്തോരം കൂട്ടം സാധനങ്ങളാ ഇവന് ഒറ്റയടിക്ക് അകത്താക്കുന്നത്. ഇത് വെച്ച് അവക്കുന്നൊന്നുമില്ല, എല്ലാം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെ പോകുന്നു എൻ്റെ ദൈവമേ? ഇവന് ഇത്രയും മാത്രം തിന്നാനൊക്കെ സാധിക്കോ? ശ്രുതി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഷോറൂം അടച്ചു പൂട്ടേണ്ടി വരും. നമുക്ക് ലാഭം കിട്ടുന്ന പൈസ മുഴുവനും ഇവനും ഫുഡ് മേടിക്കാനേ തികയോള്, അല്ലാതെ ഒന്നിനും തികയൊന്നുമില്ല. അല്ല, ശ്രുതി തന്നെയല്ലേ പറഞ്ഞത് അവന് വേണ്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കൊടുക്കാമെന്നും അവൻ്റെ ഡിമാൻഡുകളെല്ലാം ഏറ്റെടുത്തില്ലേ ശ്രുതി? പിന്നെ എന്തിനിങ്ങനെ കിടന്ന് പറയുന്നത്? അത് പിന്നെ എനിക്ക് നല്ലൊരു ബോഡി ഗാർഡിനെ കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്തത്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാഭം എവിടെ നിൽക്കും? നമുക്ക് ലാഭമൊന്നും കിട്ടില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവൻ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്ക് കൂട്ടി ഒന്ന് നോക്കിയേ, എവിടെ പോകുന്നു നോക്കിയേ ശ്രുതി. അപ്പോൾ ശ്രുതി ഇങ്ങനെ കണക്ക് കൂട്ടുക. അപ്പം ശ്രുതി കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, ഇതങ്ങനെ പോകും. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞ മുതലാളി ഇല്ലാതെയാകും. ഇനിയിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയണ്ട. ഇതും പറഞ്ഞുകൊണ്ട് ഇനി അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ശ്രുതി അയാളെടുത്ത് നിലത്തിട്ടടിക്കും. ഇനി അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അയ്യോ ശ്രുതി, നീ ആ പറഞ്ഞ സത്യം തന്നെയാ. അവൻ എന്നെ പിടിച്ച് നിലത്തിട്ടടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയില്ല, ഒരു വിരലിലും പൊക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്ന് പറയുകയാണ്. അപ്പോൾ അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രുതി, ഞാനും ഇതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവനെ പോലെ ആകുമോ? എന്തൊക്കെയാ പറയുന്നത് ശ്രുതി? നീ മണ്ടത്തരം പറയതേ. അല്ല, ഞാനും അതേപോലെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു ബോഡി ഗാർഡിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാത്തിനും ഞാൻ അടിച്ച് നിരപ്പാക്കൂലേ? മണ്ടത്തിലൊന്നും വിളിച്ചു പറയാൻ നിൽക്കരുതേ. ചുമ്മാ ഓരോ ബുദ്ധിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചോളും. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആരാണെന്ന് നോക്കണം. നവീൻ ദാസ് ആണല്ലോ. ശ്രുതി, അതെ, ഇവൻ തിന്നുന്നത് വായ നോക്കി നിൽക്കാതെ അവിടെ പോയിരുന്ന കണക്ക് കൂട്ട്, പ്രോഫിറ്റൊക്കെ നോക്കാൻ നോക്ക്, ചെല്ല് അങ്ങോട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു വിടുക. ശ്രുതിയെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മുടെ ശ്രുതി ആ ഒരു ഫോണിൽ ആ മെസ്സേജ് എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ ഫോട്ടോ ഇട്ടിരിക്കുന്നത് ആദിയും നവീനും ചേർന്ന് സെൽഫി എടുത്ത ഫോട്ടോയാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. ദൈവമേ, എൻ്റെ മോനാണല്ലോ ഇത് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നവീനെ വിളിക്കുകയാണ്. ശ്രുതി, നീ എന്താണ് കാണിക്കുന്നത്? നീ എന്തിനാണ് എൻ്റെ മോനായിട്ട് ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണിലേക്ക് അടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അയ്യോ ഞാനിപ്പോൾ നിൽക്കുന്നതേ നിങ്ങളുടെ നാട്ടിൽ തന്നെയാ. മോൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു ഞാൻ നോക്കുമ്പോഴേ മോൻ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. അടിപൊളിയായിട്ടാണ് അവൻ ക്രിക്കറ്റ് കളിക്കുന്നത്, സെഞ്ചുറിയൊക്കെ അടിച്ചെന്നാണ് അവൻ പറയുന്നത്. എനിക്കപ്പോൾ അവനെ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സെൽഫി എടുക്കാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ സമ്മതവും മോളി. അതുകൊണ്ട് ഞങ്ങളൊരു സെൽഫി എടുത്തതേ. നവീൻ ദാസേ, എന്നോട് കളിക്കാൻ നിൽക്കരുത്. എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം നീ മനസ്സിലാകും. അയ്യോ, നിൻ്റെ മോനെ ഞാനൊന്നും ചെയ്യില്ല എൻ്റെ കല്യാണി. അതൊരു കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ നിൻ്റെ മോൻ എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്നും ചെയ്യില്ല. പക്ഷേ ഞാൻ പറയുന്നിടത്ത് നീ വരണം. ഞാൻ നിനക്കൊരു ലൊക്കേഷൻ അയച്ചു തരാം, അങ്ങോട്ടത്തേക്ക് നീ വാ, അല്ലെങ്കിൽ കളി മാറും മോളെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ നവീൻദാസേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാം. പക്ഷെ അപ്പോഴേക്കും നവീൻ ദാസ് ഫോൺ കട്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ നവീൻ ദാസിനെ, അപ്പോൾ നവീൻ ദാസ് പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തുകയാണ്. അങ്ങനെ ശ്രുതി മീരയും കൂട്ടിയാണ് വരുന്നത് നവീൻ ദാസ് പറഞ്ഞ സ്ഥലത്തേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ എത്തിയല്ലോ, കറക്റ്റ് സമയത്തും. എന്തിനാ ഇവളെ കൂട്ടിയത്? ഇവളെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നവീൻ ദാസേ, നീ ചുമ്മാ
അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അയ്യോ കല്യാണി, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോഴേക്കും മീരയാണെങ്കിൽ ഇവൻ വന്നിരിക്കുന്നതേ ഭിക്ഷ എടുക്കാനാണ്. ഭിക്ഷ, അതേടി ഭിക്ഷ തന്നെയാണ്. അതിന് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളൊക്കെ അതേപോലെ തന്നെയല്ലേ ജീവിക്കുന്നത്. നീ ഒരുപാട് കള്ളത്തരം പറഞ്ഞല്ലേ കല്യാണി ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാലോ. ദേ നിങ്ങൾ കാരണമാണ് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയത് എന്ന് പറഞ്ഞപ്പോഴേക്കും എടാ നിന്റെ ഈ സ്വഭാവത്തിനൊക്കെ ഏത് പെണ്ണാടാ നിന്റെ കൂടെ നിൽക്കുന്നത്? ഇപ്പൊരെണ്ണത്തിനെ നീ കെട്ടിയിട്ടുണ്ടല്ലോ, അവളും നിന്നെ അധികം താമസിയാതെ ഇട്ടിട്ട് പോകും. ദേ അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാനേ ജയിലിലായ വിവരം എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല. അവൾ വിചാരിച്ചിരിക്കുന്നത് ഞാനങ്ങ് ബഹ്റിനിലെന്നാണ്. അപ്പം അങ്ങനെ ഒരു കള്ള എനിക്ക് പറയേണ്ടി വന്നു. അല്ല കല്യാണി, നീയും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്? നീ മലേഷ്യയിൽ നിന്ന് വന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നീ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടത്? ഇത് ന്യായമായ ചോദ്യം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. ഇവൻ വീണ്ടും ഭിക്ഷ എടുക്കാണ് ശ്രുതി. ഇവൻ്റെയൊക്കെ വർത്തമാനം കേട്ട് നിൽക്കാതെ വരാൻ നോക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ കല്യാണി നിന്റെ ജീവചരിത്രം മുഴുവനും അധികം താമസിയാതെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തുവേ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കുറച്ച് പേടിയൊക്കെ തോന്നുകയാണ്. അല്ല നിന്റെ ഭർത്താവിന് ലെറ്റർ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ? എന്താ നീ പറഞ്ഞത്? അപ്പൊ ആ ലെറ്റർ അയക്കുന്നത് നീയാണോ എന്ന് മീര ചോദിക്കുകയാണ്. എടാ പറയടാ, സത്യം പറയടാ, ആ ലെറ്റർ അയക്കുന്നത് നീയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ കാര്യത്തിലേക്ക് വരാം. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പുറത്താണെന്നല്ലേ. അപ്പോൾ ഞാൻ ലീവിൽ വരുന്നതായിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു. പക്ഷേ ജയിലിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് അവൾക്കൊരു സമ്മാനം മേടിച്ചു കൊടുക്കുന്നത്? എൻ്റെ കയ്യിൽ വല്ല 10 പൈസയുണ്ടോ? അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് സർപ്രൈസ് കൊണ്ടേ കൊടുക്കണം. അതിനു വേണ്ടി കല്യാണി നീ പൈസ തന്നേ മതിയാവുള്ളൂ. ഇത് കേട്ട മീരയാണെങ്കിൽ അതെ ശ്രുതി ഒരു കാര്യം ചെയ്യ്, അവനൊരു 1000 രൂപ വെച്ച് കൊടുത്തേക്ക്. അവൻ എന്തെങ്കിലും സർപ്രൈസ് മേടിച്ചു കൊടുക്കട്ടെ. 1000 രൂപ പോലും കയ്യിലെടുക്കാതെ നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? എടാ പോയി മരിക്കടാ, അതാടാ എല്ലാവർക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ കയ്യടാ 1000 രൂപയോ? 1000 രൂപയല്ല, 5 ലക്ഷം. 5 ലക്ഷമാണ് എനിക്ക് തരേണ്ടത്. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോവാണ്. 5 ലക്ഷോ? 5 ലക്ഷം തന്നെ. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഒരു ഡയമണ്ട് നെക്ലസ് ആണ്. അപ്പോൾ ആ ഡയമണ്ട് നെക്ലസ് മേടിക്കുമ്പോൾ അതിന് 5 ലക്ഷം രൂപയാകും. ഞാൻ പുറത്തുനിന്ന് വരുന്ന ആളല്ലേ, അപ്പം അത്രയും വലിയൊരു ഗിഫ്റ്റൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് സമ്മാനിക്കണ്ടേ? അതിനു വേണ്ടിയാണ് 5 ലക്ഷം രൂപ. ദേ നവീൻദാസെ കളിക്കാൻ നിൽക്കരുത്. എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയൊന്നുമില്ല. അയ്യോടാ 5 ലക്ഷം രൂപയല്ലെന്നോ? 5 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. അതൊക്കെ നിസ്സാരമായിട്ട് നിനക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റുമല്ലോ. നിന്റെ ഭർത്താവിന് ഇപ്പം നല്ല ബിസിനസ്സാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് തന്നെ ആ പൈസ അടിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് ശ്രുതിയോട് പറയാം. നീ എന്നെ ടോർച്ചർ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ടോർച്ചർ ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ബാങ്ക് തന്നെ നീ അല്ലേ കല്യാണി, അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിപ്പിച്ചത് എന്ന് പറയാണ്. ഏതായാലും 5 ലക്ഷം രൂപയും കൊണ്ട് വാ മോളെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി എന്ത് വേണോന്ന്. നീ പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ സത്യങ്ങൾ ഞാൻ പറയും. ഇത് കേട്ട മീരയാണെങ്കിൽ നമുക്ക് പോലീസിനെ വിവരം അറിയിച്ചാലോ? അപ്പോൾ ശ്രുതി ഒന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് വെച്ചാൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന്. അപ്പോൾ നവീൻദാസ് എന്തും പറഞ്ഞ് പോലീസിനെ അറിയിപ്പിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിക്കുകയാണെന്നോ? അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങളോട് എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റപ്പോക്കാണ് നവീൻദാസ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം താറുമാറാകും. അതുകൊണ്ട് ഇവനെ പൊരിക്കണം, ഇവനെ ഇല്ലാതാക്കണം. അതിന് ആൻ്റണിയെ ചെന്ന് കാണാം. ആൻ്റണിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഉറപ്പായി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ്. അപ്പോൾ രവി ഇങ്ങനെ ചെടികളെല്ലാം നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയും രേവതിയും കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ രേവതിയുടെ തലയിൽ ഈ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ രവിയാണെങ്കിൽ പേടിച്ചു വരും. രവി ആ ഓസ എല്ലാം വലിച്ചെറിഞ്ഞിട്ടിട്ട് അയ്യോ മോളെ എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. അയ്യോ മോളെ എന്തു പറ്റി മോളെ? അയ്യോ അച്ഛാ ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റാഞ്ഞിട്ടാണ് തലയിൽ ഈ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പറ മോളെ എന്താ സംഭവിച്ചത്? എന്താന്ന് വെച്ചാൽ പറ. അച്ഛനോട് സത്യം പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ രവി ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചിക്കാണെങ്കിൽ പേടി തോന്നുന്നു.
നമ്മുടെ രേവതിക്കാണെങ്കിലും. കാരണം സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് വല്ലാത്തൊരു പേടി ഇങ്ങനെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് പിന്നെ അച്ഛാ നീ മിണ്ടാതിരിക്കും, ഞാൻ രേവതിയോടല്ലേ ചോദിക്കുന്നത്, പറ മോളെ സത്യം പറ, എന്താ മോൾക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ സച്ചി പുറകെ നിന്ന് കാണിച്ചു കൊടുക്കണം, അയ്യോ പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോൾ സച്ചി ഓടി വന്നിട്ട് അച്ഛാ അത് പിന്നില്ലേ ഇവിടെ വന്നിരിക്കുക അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സച്ചിയുടെ വാക്ക് കേൾക്കോ, സച്ചിയുടെ കൈയും വെടിപ്പിച്ചിട്ട് നീ ആദ്യം മോൾക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. അത് പിന്നെ അച്ഛാ ഇവള് ധൃതിക്ക് ഒരു പൂമാല കൊണ്ട് കൊടുക്കാൻ പോവായിരുന്നു, അപ്പോഴാണ് ഒരു വണ്ടി ഇവളുടെ കുറുകെ വന്ന് ചാടുന്നത്. പെട്ടെന്ന് ഇവളുടെ ബ്രേക്ക് തെറ്റിപ്പോയി, ഇവള് സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണു, തലേ പോയി കല്ലിലോട്ട് ഇടിച്ചു വച്ചാ, തല ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു വെച്ചാ എന്ന് പറയണം. എൻ്റെ ദൈവമേ മോളെ, എന്താ മോളെ കേൾക്കുന്നത്, ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കണ്ടേ, എന്നിട്ട് മോളുടെ തലയ്ക്ക് നല്ല മുറിവുണ്ടോ? ഇല്ല അച്ഛാ, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ, ഡോക്ടർ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു അച്ഛാ. എന്നാലും എൻ്റെ പൊന്നു മോളെ ഇതൊക്കെ ശ്രദ്ധ വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അച്ഛാ ശ്രദ്ധ തീരെ കുറവാണ്, എടുത്തുചാട്ടം കൂടുതലാണ്, അതിൻ്റെ അനുഭവങ്ങളാണ് ഈ അനുഭവിച്ചു കൂട്ടുന്നതെന്നൊക്കെ സച്ചി പറയുമ്പോൾ എന്തോന്നാണ് നീ പറയുന്നത്, എനിക്കവിടെ മനസ്സിലാവുന്നില്ല. അച്ഛാ കുഴപ്പമൊന്നുമില്ല അച്ഛാ, രേവതിക്ക് ചെറിയൊരു പരിക്ക് മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോഴാണത് ആ ചന്ദ്ര പറയുന്നത്, എന്താ 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 പ്രശ്നം? രേവതി നിന്റെ തലയിൽ എന്ത് പറ്റി, ഇതെന്താ തലയിൽ കെട്ടൊക്കെ വെച്ചിരിക്കുന്നത്? അത് സ്കൂട്ടറിൽ നിന്ന് വീണതാ. ഓ നിനക്ക് കണ്ണില്ലേ? അപ്പം നമ്മുടെ സച്ചി പറയണം, കണ്ണ് മുഖത്തിരിക്കുന്നത് കണ്ടില്ല, അതാ പറഞ്ഞത് വണ്ടിയൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കണ്ടേ, ഈ കുറുകെ വരുന്ന വണ്ടികളെല്ലാം നോക്കി ഓടിക്കണം, അല്ലെങ്കിൽ അവന്മാരൊക്കെ വന്ന് കുറുകെ ചാടും, നമുക്കാണ് അപകടങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. അല്ല തലയിൽ നല്ല മുറിവുണ്ടോ, വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ചന്ദ്രയാണോ ഈ രേവതിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നാ ചിന്തിക്കുന്നത്. അപ്പോൾ രേവതി പറയാണ്, ഇല്ലമ്മേ ചെറിയൊരു മുറിവേ ഉള്ളൂ എന്ന് പറയാണ്. ഹോ അപ്പോൾ അടുക്കളയിൽ നീ കയറില്ലേ ഇന്ന് അല്ലേ? അപ്പോഴേക്കും ഈ സച്ചിയും രവിയും അത് കൊള്ളാം, എൻ്റെ ചന്ദ്രയൊന്നും നീ മിണ്ടാതിരിക്കാവോ എന്ന് പറഞ്ഞ് അടുക്കള കയറണ്ടേ ആരെങ്കിലും, എന്താ ഇവിടെ വേറെ 2 മരുമക്കളില്ലേ, അവരോട് കയറാൻ പറയണം. ഏതായാലും നിനക്ക് നല്ല വേദനയൊക്കെ ഉണ്ടല്ലേ, സാരമില്ലമ്മേ അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ അടുക്കളയിൽ കയറിക്കോളാം അമ്മേ. വേണ്ട നീ അടുക്കളയിൽ കയറണ്ട രേവതി, ഇന്ന് ഏതായാലും ഞാൻ ഉണ്ടാക്കിക്കോളാം ഫുഡ്. അപ്പോൾ ചന്ദ്രയുടെ ആ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോയി, രവിയും ഞെട്ടിപ്പോയി. ഇതെന്താ ചന്ദ്ര പറയുന്നത് എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അതേ രേവതി നീ റെസ്റ്റ് എടുത്തോ, നിന്റെ വേദനയ്ക്കൊന്ന് മാറട്ടെ, തലക്കല്ല പരിക്ക് പറ്റിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കിക്കോളാം എന്ന് നല്ല സൗമ്യത്തോടു കൂടി തന്നെ ഞാൻ ചന്ദ്ര പറയുന്നത്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കയറി പോവാണ്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ഛാ എന്താ കേൾക്കുന്നത്, കേൾക്കാത്ത കുറെ കാര്യങ്ങളാണല്ലോ. എൻ്റെ പൊന്നു മോളെ രേവതി, നീ ഇവിടെ വന്നതിൽ പിന്നെ ചന്ദ്ര ഇത്രയും നന്നായിട്ട് സംസാരിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. തലക്ക് പരിക്ക് പറ്റിയത് നല്ലതായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും ഒരുപാട് സന്തോഷം തോന്നിക്കുക. അമ്മ അങ്ങനെ സൗമ്യമായിട്ട് തന്നോടൊക്കെ പെരുമാറിയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ രേവതി സന്തോഷം കൊണ്ട് മതിമറന്നൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇത് ഇങ്ങനെ തന്നെ പോട്ടെ, അത് തന്നെയാണല്ലോ നല്ലത്. ഏതായാലും ചന്ദ്രയ്ക്ക് നല്ല ബുദ്ധി തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ രവിയും പറയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ, ബൈ.